ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാഹ് സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈദിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ, കാരണം ഇന്ന് നോമ്പായിരുന്നു, അറഫ നോമ്പാണ്. അപ്പം രാവിലെ തന്നെ പൊലച്ചക്കൊക്കെ നീച്ച് പിന്നെ കിടന്ന് കുറച്ച് ലേറ്റായി. അങ്ങനെ ഒരു 11 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ പോണത്. പുറത്ത് നല്ല ചൂടാണ്. നമ്മൾ താബ സെൻറ്ററിലേക്കാണ് പോണത്. നല്ല ചൂടും ആണ്, നോമ്പ് കൂടെ ആയപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡ്രസ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഗേൾസിൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ സെലക്ട് ചെയ്ത്, പിന്നെ രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് ബാഗൊക്കെ ഉണ്ടായിരുന്നു, നോക്കിയതാണ്, എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇങ്ങനെ കണ്ടപ്പോൾ. പിന്നെ രണ്ടാൾക്കും ഷൂ നോക്കി. ഷൂ നോക്കാനാണ് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരാളത് ശരിയാവുമ്പോൾ മറ്റാളത് ശരിയാവില്ല, അങ്ങനെ. പിന്നെ സൈസും കാര്യങ്ങളും. വൈറ്റ് ഷൂ ആയിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. വൈറ്റിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാണുമ്പോൾ ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസ് വരും. കുറച്ചാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നാണ്ട് എടുത്ത് പോവാനല്ലോ. അങ്ങനെ കുറേയൊക്കെ നോക്കി അവസാനം കിട്ടി. ഒരാളത് ഹീലുള്ളതും ഒരാൾക്ക് പിന്നെ നോർമൽ ടൈപ്പും ആയിരുന്നു. വൈറ്റ് വേണ്ടിയിരുന്നത് ഒരാൾക്ക്, കാരണം അവർക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിന്, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് വൈറ്റ് എടുത്തിരുന്നത്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഈ ഷൂവിൻ്റെ കാര്യത്തിലൊക്കെ കേട്ടോ. അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു, തിരക്കൊക്കെ കുറവായി നമ്മൾ മോർണിംഗ് പോയതുകൊണ്ട് തന്നെ. പിന്നെ ഇക്കാക്ക് ഷൂ നോക്കി, എനിക്കും ഷൂ നോക്കി, അതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ഇവരുടെ ഷൂ നോക്കാനാണ് കുറേ സമയം പിടിച്ചത്. പിന്നെ ഇക്കാൻ്റെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നേരെ വീട്ടിലെത്തി. ഞാൻ കുറച്ച് ടയേർഡായിട്ടേക്ക് തല പൊന്തുന്നില്ല, വേഗം പോയി കിടന്ന്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ സാൻഡ്വിച്ചിന് ബ്രെഡും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഇപ്പം വളരെ ലേറ്റായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് വോയിസിൽ. പിന്നെ ഒരു കസ്റ്റാർഡ്, കാരമലൈസ്ഡ് കസ്റ്റാർഡ് പുഡിങ് അതുണ്ടാക്കി വെച്ച്. പക്ഷെ അത് ഞങ്ങൾ കഴിച്ചില്ല, ഇനി ഇൻഷാ അല്ലാഹ് നാളെ കഴിക്കാം, പെരുന്നാളിൽ. പിന്നെ ഈ ബ്രെഡായിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി. പൊട്ടറ്റോ, ടൊമാറ്റോ, ക്യാപ്സിക്കം, ഒനിയനൊക്കെ ചേർത്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കിയത് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, ആപ്പിളും പ്ലംസും നാരങ്ങ വെള്ളമായിട്ട്. നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ ഈത്തപ്പഴമില്ലായിരുന്നു, സംസം വെള്ളം ഉണ്ടായപ്പോൾ അതുകൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത്. പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ബുഹൂറൊക്കെ ഒന്ന് പുകയിച്ച് നല്ലൊരു സ്മെല്ലാണിത്. ഇത് കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്മെല്ല്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കുട്ടികൾ താഴോട്ട് പോയിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾ ഫുഡ് അപ്പം തന്നെ കഴിച്ചിട്ടില്ല. പിന്നെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ ലേറ്റായി കഴിച്ചുകൊണ്ട് പിന്നെ അത് മതി. പിന്നെ നോമ്പ് തുറന്നപ്പം കഴിച്ചതായതുകൊണ്ട് ഒക്കെ ചോറും തിന്നിട്ട് പിന്നെ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്ത് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഇനി നാളെയാണ് കിച്ചണിൽ പോകുള്ളൂ. അവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പോകുന്നു. പിന്നെ ഞാൻ അവരുടെ ഡ്രസ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇതാണ് അവരുടെ ഡ്രസ്സ്, ഫ്രോക്ക് വന്നിട്ട് രണ്ടാൾക്കും സെയിം കളറാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ നെക്കിൻ്റെ അവിടെ കുറച്ച് ഹാൻഡ് വർക്കും മറ്റേ ബീഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവാണ്. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഒരു മാക്സി ഡ്രസ്സാണ്. പിന്നെ അടിയിൽ പ്ലീറ്റ്സൊക്കെ വരുന്നുണ്ട്, നെക്കുണ്ട്, കോളർ നെക്കാണ്. അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് തിരഞ്ഞ് കിട്ടിയത് എടുത്തതാണ്. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, വന്നിട്ട് ഇക്കാക്ക് പിന്നെ ഷോപ്പിലേക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണ്. അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല, നല്ല ഡ്രസ്സായിന്. ഇക്കാക്ക് പിന്നെ ഷർട്ടും പാൻറ്റും എടുത്തിന്. പിന്നെ ഇതാണ് നമ്മളെടുത്ത ഷൂസുകൾ. ഇത് ചെറിയ മോളെ ഷൂസാണ്, വൈറ്റാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആൾക്ക് ഹീലാണ് എടുത്തത്. അവളെ ഹീലിൻ്റെ ആളാണ്, എപ്പോഴും ഹീല് വേണം എന്ന് പറയും. അപ്പോൾ അവൾക്ക് ഹീലെടുത്ത്. പിന്നെ ഇത് എൻ്റെ ഷൂസാണ്. ഞാനൊരു വൈറ്റ് ഷൂ ആണ് എടുത്തത്. ആദ്യമായിട്ടാണ് വൈറ്റ് ഷൂ എടുക്കുന്നത്. പെട്ടെന്ന് ഡേറ്റ് ആണോണ്ട് ഞാൻ അങ്ങനെ വൈറ്റ് ഷൂ ഒന്നും എടുക്കാറില്ല. പിന്നെ പ്രാവശ്യം എന്തോന്നും എടുത്ത്. ഇക്കാൻ്റെ ഷൂ ആണിത്. നേവി ബ്ലൂ കളറും വൈറ്റും മിക്സായിട്ട് വരുന്നതാണ്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വൈറ്റ്, എൻ്റേത് മാത്രം ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഓരോന്ന് പറയണ്ടേന്. അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾ തന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാണ്ടേനു. പെരുന്നാളിൻ്റെ തലേന്നാണ് എനിക്ക് സമയം കിട്ടിയത്. തലേന്ന് വരെ നമുക്ക് സ്കൂളിലുണ്ട്. അന്നാണ്, ഇന്നിപ്പോൾ രാത്രിയാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളുടെ ഫാൻസി ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യാണ് നാളെ പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് രാവിലെ തന്നെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു 6:30. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഇപ്രാവശ്യം അങ്ങനെ ഫാൻസി ഒന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് നേരത്തെ വാങ്ങി വെച്ചതുള്ളതുകൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാണ് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള. രണ്ടാളത്തും കമ്മലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. മാല ഒക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല. ഡ്രസ്സും ചെരുപ്പും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ടാൾക്കുള്ളത് രണ്ടാൾ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് മെഹന്തി ഇട്ട് കൊടുക്കാനിരുന്ന് രണ്ടാളെ കയ്യിലും മെഹന്തി ഇടാൻ തന്നെ കുറച്ച് സമയം അങ്ങനെ പോയി. ആകെ ടയേർഡായിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ പിന്നെ ഇന്നല്ലേ ഇടുള്ളൂ. അങ്ങനെ രണ്ടാൾക്ക് രണ്ട് കയ്യിൽ നിറച്ചിട്ട് കൊടുത്തോലെ ഹാപ്പി. പിന്നെ മൈലാഞ്ചി ട്യൂബും കൂടി നോക്കിയതാണ് അവിടെ മൈലാഞ്ചി ട്യൂബ് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിന് ഒന്നും കൂടി കടയിൽ കുറച്ചൊരു നാളത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കോണ് കണ്ടപ്പോൾ അങ്ങനെ നോക്കി. പിന്നെ ഒരു അത്തറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരിത് മറ്റേ പടക്കമുണ്ടല്ലോ അത് തിരയാണ്. അപ്പോൾ അതവിടെ തീർന്നുണ്ടായിന്. താഴത്തിങ്ങനെ ഇട്ടാൽ പൊട്ടണ ഒരു പടക്കമുണ്ടല്ലോ, അതപ്പോൾ തീർന്ന് അവർ വന്ന് നോക്കിയപ്പോഴത്തേന്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ നാളെ ഇടാൻ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെക്കാണ്ടേന്. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടില്ലേന്. അങ്ങനെ അതൊക്കെ ഇട്ട് ഞാൻ പിന്നെ ഉറങ്ങിയത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.